ആവേശകരമായ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയെ തകർത്ത് സ്പെയിൻ രണ്ടാം ലോക കിരീടം ഉയർത്തി. അർജന്റീനയെ എതിരില്ലാത്ത ഒരു ഗോളിന് തകർത്താണ് സ്പെയിൻ കിരീടം സ്വന്തമാക്കിയത്. 106-ാം മിനിറ്റിലാണ് സ്പെയിൻ ഫെറാൻ ടോറസിലൂടെ തങ്ങളുടെ വിജയ ഗോൾ നേടിയത്. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, എന്തായാലും എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. അർജന്റീന വലിയ നിരാശയിലാണ്. സ്പെയിനാണ് ഇത്തവണത്തെ വിജയ ഗോൾ നേടിയിരിക്കുന്നത്. ഈ 106-ാം മിനിറ്റിലാണ് സ്പെയിൻ ഫെറാൻ ടോറസിലൂടെ തങ്ങളുടെ വിജയ ഗോളൊക്കെ നേടിയിട്ടുള്ളത്. എങ്ങനെയായിരുന്നു ഈ ഒരു ഫൈനൽ മത്സരം? അരുണിമ, ആരാധകരെ വലിയ രീതിയിൽ ആവേശത്തിലേക്ക് ആഴ്ത്തുന്ന ഒരു മത്സരമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും കരുത്തരായ രണ്ട് ടീമുകളാണ് ഇന്നലെ ഈ കലാശപ്പോരിൽ നേർക്കുനേർ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, പാരമ്പര്യമായി തന്നെ ലോക ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ കാൽപന്തിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ശൈലികളിലുള്ള അല്ലെങ്കിൽ രണ്ട് സ്കൂളുകൾ പിന്തുടരുന്ന ഒരു ശൈലിയാണ് ഈ കളിക്കളത്തിൽ പൊതുവെ കാണാറുള്ളത്. ഒന്ന് വളരെ ആക്രമോത്സുകമായിട്ടുള്ള ഒരു മത്സരം, അതല്ലെങ്കിൽ പ്രതിരോധത്തിൽ ഊന്നിയിട്ടുള്ള ഒരു മത്സരം. ഇന്നലെ നടന്നത് ഈ രണ്ട് വശങ്ങളിലെയും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രണ്ട് ടീം, അതായത് മിഡ്ഫീൽഡിലെ ആക്രമണോത്സുക വളരെ കാര്യമായി തന്നെ പരീക്ഷിച്ച് വിജയിച്ച അർജന്റീനയും, അതേസമയം പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ട് പന്ത് കാലിൽ നിന്ന് വിട്ടു നൽകാതെ കളിക്കളത്തിൽ നിറങ്ങി നിൽക്കുന്ന സ്പെയിനിൻ്റെ ആ ഒരു കൈയടക്കവും, ഇത് രണ്ടും തമ്മിലുള്ള മത്സരത്തിനാണ് ഇന്നലെ നമ്മൾ സാക്ഷ്യം വഹിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇന്നലത്തെ കളിയെ വ്യത്യസ്തമാക്കുന്നത് ഇരു ടീമുകളും തങ്ങളുടെ ഏറ്റവും സ്ട്രോങ് പോയിന്റുകളിൽ നിന്ന് മാറി കളിച്ചു എന്നുള്ളതാണ്. സ്പെയിൻ ഇന്നലെ ആക്രമണത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തിയപ്പോൾ അർജന്റീന ഇന്നലെ കൂടുതലും പ്രതിരോധത്തിലാണ് ശ്രദ്ധ പുലർത്തിയത് എന്നുള്ളതാണ്. സാധാരണ എല്ലാവരും സ്പെയിനിൻ്റെ ഒരു ബോൾ പൊസഷനും അതുപോലെ തന്നെ പ്രതിരോധ നിരയുടെ ഏറ്റവും മികച്ചൊരു പ്രതിരോധ നിരയെയും കുറിച്ചാണ് പറയാറുള്ളതെങ്കിലും ഇന്നലെ സ്പെയിൻ കൂടുതൽ ആക്രമിച്ച് കളിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോയത്. പക്ഷെ അതുകൊണ്ട് തന്നെ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ചിത്രത്തിലെ പല സമയത്തും അവർക്ക് ഇല്ലാതിരുന്നിരുന്നു. സാധാരണയായി അർജന്റീന അവരുടെ കഴിഞ്ഞ കളികളിൽ ഏറ്റവും അധികം ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ളത് ഇഞ്ചുറി ടൈമിലാണ്. അതായത് നിശ്ചിത സമയം കഴിഞ്ഞ് അധിക സമയത്തിലേക്ക് പോകുമ്പോഴാണ് അർജന്റീന ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്നലെ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചുറി ടൈമിൽ അർജന്റീന കളത്തിലേ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. കൂടുതൽ ഒരു യുവത്വത്തിൻ്റെ ഒരു ഭാഷയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അർജന്റീനയെ നിലം തൊടിക്കാതെ തന്നെയാണ് സ്പെയിൻ ഇന്നലെ ആധികാരികമായ വിജയം അത് കൈക്കലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അത് ഇന്നലത്തെ മത്സരത്തിൽ മാത്രമല്ല, ഈ ടൂർണമെൻറ്റിൽ ഉടനീളം ആദ്യ മത്സരം തൊട്ട് നോക്കൗട്ട് റൗണ്ടിലായാലും അതിനുശേഷം റൗണ്ട് ഓഫ് 16-ലായാലും ക്വാർട്ടറിലായാലും സെമി ഫൈനലിലായാലും എല്ലാം തന്നെ വളരെ വ്യക്തമായ ആധിപത്യം പുലർത്തിക്കൊണ്ട് തന്നെയാണ് സ്പെയിൻ എത്തിയിട്ടുള്ളത്. പെനാൽറ്റി ഷൂട്ടൗട്ടുകളിലേക്കൊന്നും നീളാതെ വലിയ രീതിയിൽ ഇഞ്ചുറി ടൈമുകളിലേക്കൊന്നും നീളാതെ തന്നെ നിശ്ചിത സമയത്ത് വളരെ കൃത്യമായി ഗോൾ അടിച്ചുകൊണ്ട് ഗോളുകൾ വഴങ്ങാതെ തന്നെയാണ് സ്പെയിൻ ഈ ഒരു ഫൈനലിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഫൈനലിലെയും അവരുടെ വിജയം അത് ആധികാരികമായിരുന്നു, സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിക്കൊണ്ടുള്ളതായിരുന്നു എന്ന് നിസ്സംശയം പറയാം. ഈ ടൂർണമെൻറ്റിൽ ഉടനീളം ഒരേ ഒരു ഗോൾ മാത്രമാണ് സ്പെയിൻ വഴങ്ങിയിട്ടുള്ളത് എന്നത് തന്നെ അവരുടെ പ്രതിരോധ നിര എത്ര ശക്തമാണ് എന്നതിൻ്റെ തെളിവാണ്. മാത്രമല്ല, എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സ്പാനിഷ് ഗോളിയായിട്ടുള്ള ഉനായ് സിമോണിൻ്റെ ആ ഒരു ഗോൾ വല ചോരാതെ കാക്കുന്ന ആ ഒരു പ്രതിരോധം തന്നെയാണ് ഏറ്റവും മികച്ച രീതിയിലുള്ള ഗോൾ കാവൽക്കാരൻ അല്ലെങ്കിൽ വല കാവൽക്കാരൻ തന്നെ ആയിരുന്നു ഉനായ് സിമോൺ ഈ ടൂർണമെൻറ്റിൽ ഉടനീളം ഉണ്ടായിരുന്നത്. അതും അർജന്റീനയ്ക്ക് വലിയ രീതിയിൽ ഒരു സമ്മർദ്ദം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യമായി അർജന്റീനയ്ക്ക് ടാർഗറ്റിലേക്ക് ഒരു ഷോട്ട് പോലും തൊടുക്കാനായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ കളിയിൽ ആകെ 2 ഷോട്ടുകൾ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പാനിഷ് പോസ്റ്റ് ലക്ഷ്യമാക്കി നൽകാൻ സാധിച്ചിട്ടുള്ളത്. മെസ്സി സാധാരണയായി കണ്ടുവരാറുള്ള ആദ്യം മധ്യനിരയിൽ കളിച്ചുകൊണ്ട് അവസാന നിമിഷം വലത് വിങ്ങിലേക്ക് മാറി തുടരെ ഷോട്ടുകൾ തുടർക്കുന്ന ആ ഒരു സ്ഥിരം പ്രവണത അല്ലെങ്കിൽ ആ ഒരു ശൈലിയിലേക്ക് ഇക്കുറി മാറാൻ സാധിച്ചില്ല എന്നുള്ളതായിരുന്നു. മാൻ ടു മാൻ മാർക്കിങ്ങിലൂടെ തന്നെ ഓരോ പ്ലെയേഴ്സിനെയും കൃത്യമായി തന്നെ പിടിച്ചു കെട്ടിയാണ് ഇന്നലത്തെ കളി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അർജന്റീനയ്ക്ക് 90-ാം മിനിറ്റിൽ മഞ്ഞ കാർഡ് കണ്ട് എൻസോ ഫെർണാണ്ടസ് പുറത്തായതും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചുറി ടൈമിൽ ഒരു പ്രതിസന്ധി തീർത്തു എന്നുള്ളതാണ്. സാധാരണയായി അർജന്റീന ഇഞ്ചുറി ടൈമിലാണ് ഒരു തിരിച്ചുവരവ് നടത്താറുള്ളത്. ആ സമയത്താണ്
സ്പെയിനിൻ്റെ പൗ കുബാർസിയെ ഫൗൾ ചെയ്തതിന് എൻസോ ഫെർണാണ്ടസ് പുറത്താകുന്നത്. അതോടുകൂടി പിന്നീട് 10 പേരായി ചുരുങ്ങിയായിരുന്നു അർജന്റീനയുടെ മത്സരം. അതുകൊണ്ട് തന്നെ അർജന്റീനയുടെ പ്രതിരോധ നിര ഒന്ന് ദുർബലമായി. പ്രത്യേകിച്ചും ഇന്നലെ അർജന്റീന പ്രധാനമായും പ്രതിരോധത്തിൽ ഊന്നിയാണ് മത്സരം മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ എൻസോ ഫെർണാണ്ടസ് പുറത്തായത് അർജന്റീനയുടെ പ്രതിരോധത്തെ മൊത്തത്തിൽ തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവസാനത്തെ 30 മിനിറ്റുകളോളം സ്പെയിനിൻ്റെ കയ്യിൽ നിന്ന് പന്ത് പോയിട്ടില്ല എന്നുള്ളത്. അർജന്റീനയുടെ ഒരു ടീം അംഗത്തിൻ്റെ കാലിലേക്ക് പോലും പന്ത് കൊടുക്കാതെ തന്നെയാണ് സ്പെയിനിലെ മധ്യനിര കളം നിറഞ്ഞ് കളിച്ചത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആദ്യ പകുതിയിൽ ഒരൊറ്റ ഷോട്ട് പോലും അർജന്റീനയ്ക്ക് നേടാൻ കഴിഞ്ഞിരുന്നില്ല. രണ്ടാം പകുതിയിലും അതുപോലെ തന്നെ ഇഞ്ചുറി ടൈമിലുമായാണ് 2 ഷോട്ടുകളെങ്കിലും അർജന്റീനയ്ക്ക് നേടാൻ കഴിഞ്ഞത്. എൻസോ ഫെർണാണ്ടസ് പുറത്തു പോയതുപോലെ തന്നെ ലിസാൻഡ്രോ മാർട്ടിനസിന് പരിക്കേറ്റ് പുറത്തു പോയതും അർജന്റീനയ്ക്ക് തിരിച്ചടിയായി. ലിസാൻഡ്രോ മാർട്ടിനസിന് ഒരു മഞ്ഞക്കാട് നിലവിൽ ലഭിച്ചിരുന്നു. അതിന് പുറമെ പരിക്കേറ്റതോടുകൂടി കോച്ചിന് മാർട്ടിനസിനെ പിൻവലിക്കേണ്ടി വരികയായിരുന്നു. ഇതും അർജന്റീനയുടെ സമ്മർദ്ദം വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ സ്പെയിനിൻ്റെ വിജയം എന്ന് പറയുന്നത് മറ്റ് നിരവധി സവിശേഷതകൾ കൂടി ഉള്ളതാണ്. വീണ്ടും ഒരു പകരക്കാരൻ വഴി 106-ാം മിനിറ്റിൽ ആണ് സ്പെയിൻ ഈ ഒരു കിരീടം നേടുന്നത്. 16 വർഷത്തെ നീണ്ട കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ടാണ് സ്പെയിൻ ഈ വിശ്വ കിരീടത്തിൽ ഇന്നലെ മുത്തമിട്ടത്. 2010 ആന്ദ്രേ ഇനിയേസ്റ്റയുടെ ഗോളിലൂടെ നെതർലാൻഡ്സിനെ തോൽപ്പിച്ചാണ് സ്പെയിൻ തങ്ങളുടെ ആദ്യ കിരീടം സ്വന്തമാക്കുന്നത്. അതിനുശേഷം 16 വർഷത്തെ കാത്തിരിപ്പ്. ആ 16 വർഷത്തെ കാത്തിരിപ്പ് അത് വിഫലമായില്ല എന്ന് തന്നെ വേണം പറയാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കളം നിറഞ്ഞ് കളിച്ച നായകനായിട്ടുള്ള റോഡ്രിയുടെ കാര്യം തന്നെയാണ്. മികച്ച താരമായി, ടൂർണമെൻറ്റിലെ മികച്ച താരമായി ഗോൾഡൻ ബോളിന് അർഹനായി റോഡ്രിയെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതും വളരെ അർഹമായ ഒരു തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. കാരണം നായകനെന്ന നിലയിൽ മാത്രമല്ല, കളത്തിലെങ്ങും റോഡ്രി തൻ്റെ സാന്നിധ്യം കൊണ്ട് എല്ലാ കളിക്കാർക്കും ആ ഒരു സാന്നിധ്യം കൊണ്ട് തന്നെ ഈ പന്തിൻ്റെ കൈയടക്കവും അതുപോലെ തന്നെ സാന്നിധ്യവും കൊണ്ട് റോഡ്രി മികച്ച് തന്നെ നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ റോഡ്രി ഈ നായകൻ എന്നതിലുപരി മികച്ച താരം എന്ന രീതിയിൽ കൂടി ടൂർണമെൻറ്റിൽ നിറങ്ങി നിന്നിരുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ നേടിയത് സ്പെയിനിൻ്റെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ഉനായ് സിമോൺ തന്നെയാണ്. അത് ഏറ്റവും സ്വാഭാവികമെന്നേ പറയാനുള്ളൂ. കാരണം ഈ ടൂർണമെൻറ്റിലുടനീളം ഇത്രയധികം മത്സരങ്ങളിൽ ഒരേ ഒരു ഗോൾ മാത്രം വഴങ്ങുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യം അല്ലെങ്കിൽ അത്യപൂർവം എന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം സ്പെയിനിൻ്റെ ആദ്യഘട്ടം മുതലുള്ള അപരാജിത കുതിപ്പിന് എവിടെയും ഒരിടത്ത് പോലും തോൽവി അറിയാതെ വന്ന ഒരു ആധികാരികമായിട്ടുള്ള ആ ജയം, അതിന് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച നായകനായിട്ടുള്ള റോഡ്രി തന്നെ ആയിരുന്നതിൽ സംശയമൊന്നുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പൗ കുബാർസിയാണ്. ഈ ടൂർണമെൻറ്റിലെ തന്നെ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം പൗ കുബാർസിയാണ് സ്വന്തമാക്കിയത്. മധ്യനിരയിൽ എങ്ങനെയാണ് പ്രതിരോധം പൂട്ടി നിൽക്കേണ്ടത് എന്നതിൽ വലിയൊരു പങ്ക് വഹിക്കാൻ കുബാർസിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ലാമിൻ യമാലിനും അതുപോലെ തന്നെ അലക്സ് ബയേനയ്ക്കും ഒപ്പം കുബാർസിയും കൂടി ചേരുന്ന ആ ഒരു ത്രയം പൂർണ്ണമാകുന്നതോടെ സ്പാനിഷ് മധ്യനിര പൂട്ടുപൊട്ടിക്കാനാവാത്ത വിധം ശക്തിയുള്ളതായി തീർന്നിരുന്നു. അതുകൊണ്ട് തന്നെ കുബാർസിയുടെ ഈ ഒരു ആദ്യഘട്ടത്തിൽ, അതായത് തൻ്റെ കരിയറിൻ്റെ ആദ്യഘട്ടമായിട്ട് കൂടി മികച്ച പ്രകടനം കാഴ്ചവെച്ച പൗ കുബാർസിക്കാണ് മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു നമ്മളെല്ലാവരും അറിഞ്ഞിരുന്ന ഒന്ന് തന്നെയാണ് ഗോൾഡൻ ബൂട്ട് നേടിയ എംബാപ്പെ. 10 ഗോളുകളുമായി വീണ്ടും ഗോൾ വേട്ടയിൽ ഒന്നാമതെത്തിയാണ് എംബാപ്പെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയത്. ഇതോടുകൂടി തുടർച്ചയായി 2 തവണ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന ആദ്യ താരം എന്നുള്ളൊരു ബഹുമതി കൂടി എംബാപ്പയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായിട്ടുള്ളൊരു തോൽവി കൂടിയാണ് ഈ ഇന്നലത്തെ തോൽവി എന്നുള്ളത്. മാത്രമല്ല അർജന്റീനയെ മാത്രമല്ല ലയണൽ മെസ്സി എന്ന് പറയുന്ന അർജന്റീനയുടെ നായകനെയും അതുപോലെ തന്നെ ഫുട്ബോൾ അല്ലെങ്കിൽ കാൽപന്തിൻ്റെ ഇതിഹാസം അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസാന മത്സരമായിരിക്കുമോ എന്നുള്ള സൂചനകളൊക്കെ കൂടി നിറഞ്ഞു നിന്നിരുന്ന ഒരു ഫൈനലായിരുന്നു എന്നതുകൊണ്ട് തന്നെ വൈകാരികമായി അതിൻ്റെ ആഴം കുറച്ചുകൂടി കൂടുതലാണ്. ഈ ഒരു മത്സരത്തിന് മുൻപ് മെസ്സി പുറത്തുവിട്ട ഒരു കുറിപ്പ്, ആ കുറിപ്പിൽ ഒരുപക്ഷെ വിരമിക്കലിൻ്റെ സൂചനകൾ ഉണ്ടായിരുന്നു എന്ന് ആരാധകർ ആശങ്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫൈനൽ കഴിഞ്ഞതിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ
കോച്ച് സ്കലോണിയുടെ വളരെ വികാരപരമായിട്ടുള്ളൊരു പ്രകടനം. അദ്ദേഹം വാർത്താ സമ്മേളനം പൂർത്തിയാക്കാൻ കഴിയാതെ വാക്കുകൾ ഇടറിക്കൊണ്ട് എഴുന്നേറ്റ് പോവുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ മെസ്സിയുടെ വിരമിക്കലിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മെസ്സിയോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹം കണ്ണീരടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ചേർത്തുകൊണ്ട് അർജന്റീനിയൻ ആരാധകർക്ക് വലിയ ഒരു തിരിച്ചടി അല്ലെങ്കിൽ വലിയ ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് മെസ്സിയുടെ അവസാന മത്സരമായിരിക്കുമോ എന്നുള്ള ആശങ്കകൾ വളരെയധികം ഈ ഒരു മത്സരത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. എന്തായാലും അവസാന ഫൈനലിൽ ഇതിഹാസ താരം കപ്പുയർത്തുമെന്ന് തന്നെയായിരുന്നു എല്ലാവരും വിശ്വസിച്ചിരുന്നതെങ്കിലും വളരെ വലിയൊരു സ്പാനിഷ് അട്ടിമറിയിലൂടെ ഈ സ്പെയിനിൻ്റെ പോരാളികൾ ഇന്ന് ലോകകപ്പ് ഉയർത്തിയിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. എന്തായാലും ഫിഫ 2026 ലോകകപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ് സ്പെയിൻ. ആവേശകരമായ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയെ തകർത്ത് സ്പെയിൻ 2ാം ലോക കിരീടം ഉയർത്തിയിരിക്കുന്നു. അർജന്റീനയെതിരില്ലാത്ത ഒരു ഗോളിന് തകർത്താണ് സ്പെയിൻ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത്. 106-ാം മിനിറ്റിലായിരുന്നു സ്പെയിനിന്റെ ഫെറാൻ ടോറസിലൂടെ അവർ വിജയ ഗോൾ നേടിയെടുത്തത്. എൻസോ ഫെർണാണ്ടസിന്റെ ചുവപ്പ് കാർഡും ലഭിച്ച് പുറത്തു പോയതിനു ശേഷം 10 പേരുമായിട്ടാണ് അർജന്റീന പൊരുതുന്നത്. എന്തായാലും നിരന്തരമായ ആക്രമണങ്ങൾ നടത്തിയായിരുന്നു സ്പെയിൻ തങ്ങളുടെ കുതിപ്പ് തുടർന്നത്. മത്സരത്തിന്റെ ആദ്യ നിമിഷം മുതൽ ആക്രമിച്ച് കളിച്ച സ്പെയിൻ തന്നെയായിരുന്നു കളിയിലുടനീളം പൊസിഷൻ സൂക്ഷിച്ചിരുന്നത്. എന്തായാലും മത്സരത്തിലുടനീളം പ്രതിരോധത്തിലേക്ക് ഊന്നി കളിച്ച അർജന്റീനയ്ക്ക് പ്രതിരോധത്തിലെ അവരുടെ പ്രധാന ആയുധമായിട്ടുള്ള ലിസാൻഡ്രോ മാർട്ടിനസിന് പരിക്കേറ്റ് പുറത്തു പോയതും ഒക്കെ വലിയ തിരിച്ചടിയായിട്ടുണ്ട്. എന്തായാലും 2010 നെതർലാൻഡ്സിനെ തകർത്താണ് സ്പെയിൻ തങ്ങളുടെ ആദ്യ കിരീടമൊക്കെ സ്വന്തമാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ്.